ദിയാസന അങ്ങനെ ചെയ്യില്ല. ദിയാസന MDMA യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം സജന നൂർ ആണോ, സജന ഫിറോസ് ആണോ, സജന റസുൽ പൂക്കുട്ടിയാണോ, സജന എന്തൊരു സർനെയിംസ് ആണല്ലേ വിളിക്കാൻ. നമുക്ക് ഇഷ്ടത്തിന് വിളിക്കാമായിരിക്കും, സൗകര്യം അനുസരിച്ച് വിളിക്കാമായിരിക്കും, അതിനു വേണ്ടിയിട്ടായിരിക്കും. സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള പെൺകുട്ടിയാണല്ലോ പുള്ളിക്കാരത്തി. എല്ലാ ഇന്റർവ്യൂവിലും പുള്ളിക്കാരത്തിയെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഷമ്മി ഹീറോയാടാന്ന് ഷമ്മി പറയുന്നത് പോലെ സജനയെ പറയുന്ന പെൺകുട്ടി എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറുനാടനിൽ ഇവളുടെ ഒരു ഇന്റർവ്യൂ വന്നു. എനിക്ക് അത്ഭുതം തോന്നിയത്, മറുനാടൻ പോലെയുള്ളൊരു വാർത്താ ചാനൽ, മഞ്ഞപ്പത്രം എന്നെല്ലാവരും വിളിക്കുന്ന സത്യം തന്നെ, ഇതുപോലെ ഭ്രാന്ത് പുലമ്പുന്ന സ്ത്രീകളെ കൊണ്ടുവരുത്തി ഇന്റർവ്യൂ ചെയ്യാൻ നാണമില്ല? അത്രമാത്രം വാർത്താ ദാരിദ്ര്യമാണോ നിങ്ങൾക്ക്? ഇതുപോലെ ഭ്രാന്ത് പുലമ്പുന്ന സ്ത്രീകളെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുക. ഇന്റർവ്യൂവർ ആണെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ഡീപ്പായിട്ട് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് വിചിന്തനം ചെയ്യുന്നു. നാണമില്ലേ? ഈ 2 മാസമായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചയിലേറെയായിട്ട് സജന നൂർ പറയുന്ന പല കാര്യങ്ങളും നമ്മളെല്ലാം കേൾക്കുന്നു, കാണുന്നു. സജന നൂർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവരുടെ കോൾ റെക്കോർഡ്സ് നമ്മളെല്ലാം കേട്ടതാണ്. അതിൽ എത്രത്തോളം അഗ്രസീവായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷെ ഓരോ ഇന്റർവ്യൂവിലും, അതായത് മെയിൻ സ്ട്രീം ചാനൽസിന്റെ ഒക്കെ ഫ്രണ്ടിൽ പോയിരുന്ന് കള്ളത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ എത്ര ഭവ്യതയോടുകൂടി, എത്ര പക്വതയോടുകൂടി ആണ് സംസാരിക്കുന്നത്. പക്ഷെ അവളുടെ ബോഡി ലാംഗ്വേജും അവൾ പറയുന്ന വാക്കുകളും വർത്താനങ്ങളും കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക്, അല്പബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. വെറും ഫ്രോഡ് തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്. അതായത് അവൾ പറയുന്ന നാക്കെടുത്താൽ കള്ളങ്ങൾ, അതിനപ്പുറം ഡ്രാമ. ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ കരയുന്നത് കാണുമ്പോൾ സ്ത്രീയായ നമുക്ക് ഇവളെന്തൊരു കള്ളിയാണ് ഹേ എന്നുള്ള ചിന്ത വരുന്നത്. അത്രമാത്രം കള്ളത്തരങ്ങൾ, അത്രയും ക്യാമറയ്ക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ മുന്നിലിരുന്ന് കള്ളങ്ങൾ വിളിച്ചു പറയാനുള്ളവരുടെ ഗഡ്സ് എന്ന് പറയുമ്പോൾ ചിന്തിച്ചോണം ആ സ്ത്രീ ഏത് തരക്കാരിയാണെന്ന്. അപ്പോൾ അത്രയും പറഞ്ഞു വന്നത്, ഈ ചാനൽസിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ പാവം, പക്ഷെ ലീക്കായ അവളുടെ കോൾ റെക്കോർഡ്സിൽ അവൾ എത്രമാത്രം അഗ്രസീവാണ്. ഞാൻ തന്നെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാര്യം, ഇത്രയും ദിവസം ഇവളുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കി കാണുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പൊ ഇവളെ ഏതെങ്കിലും ഒരു കോർണറിലെങ്കിലും നമുക്ക് ഇവളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുമോ എന്ന് ഞാൻ നോക്കി. സത്യമായിട്ടും പറയാമല്ലോ, ഒരൊറ്റ പോയിന്റിലും സജന നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒന്നുമില്ല. ദിയാസന MDMA യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ദിയാസന ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു. അതിൽ ദിയാസന ഒരു കോൾ റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, അത് റസൂൽ പൂക്കുട്ടിയും ദിയാസനയും ആൻമരിയുമായിട്ടുള്ള കോൾ റെക്കോർഡ്സ് ആണ്. അതിൽ സജന നൂറിന്റെ സംസാരം കേൾക്കാം. അതായത് റസൂൽ പൂക്കുട്ടി ഈ ദിയാസനയെയും ആൻമരിയെയും വിളിച്ചിട്ട് ഈ തലയിൽ ഈ ബാധ്യത ഇരിക്കുന്നല്ലോ, ഈ ബാധ കയറി ഇരിപ്പുണ്ടല്ലോ, ഇതിനെ ഒഴിപ്പിച്ച് കളയാൻ. അതായത് ഈ സ്ത്രീയുടെ പല പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താണ്, ചില സിനിമകളിലൊക്കെ സൈക്കോ ക്യാരക്ടേഴ്സ് ഇല്ലേ, അവരെ പോലെ നിൽക്കുന്ന ഒരു സ്ത്രീ നടു റോഡിലൊക്കെ അവരിങ്ങനെ തലകറക്കം കാണിക്കുന്നു, അവർ ആൻസൈറ്റി ഇഷ്യൂ ഉണ്ടെന്ന് അവർ കാണിക്കുന്നു, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കൂട്ടുകാരോട് പറയുന്നു, ഞാനിത് റസൂൽ പൂക്കുട്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊക്കെ അല്ലേ ഒരാളെ വരച്ച വരയിൽ നിർത്തേണ്ടത്. ചുറ്റുമുള്ള ആളുകളിൽ പൈസയുള്ള ആളുകളെ അവൾ ട്രാപ്പ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇവള് ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിക്കുന്നു. അവരെ ഇങ്ങനെ അവളുടെ ആ ഒരു വരച്ച വരയിൽ നിർത്താനുള്ള ഇവളുടെ വ്യഗ്രത എന്തൊക്കെയോ, എന്തായാലും നോർമൽ അല്ല സജന എന്ന് തോന്നിക്കുന്ന ഒരുപാട് കോൾ റെക്കോർഡ്സ് കേട്ടു. അതേസമയം ഈ ചാനൽസിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ ഇവൾ വളരെ പക്വതയോട് വളരെ ശാന്തമ്മയായിട്ട് സംസാരിക്കുന്നു. അതിൽ തന്നെ അറിയാം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി ഇവൾ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അവൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് എന്നുള്ളത്. ഇനി ദിയാസനയിലേക്ക് വരാം. ദിയാസന എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിസ്റ്റ് ആണ്, സോഷ്യൽ വർക്കറാണ്. അത് അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൻ്റെയോ ഒരു ലേബൽ മാത്രമല്ല, അവർ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സ്വന്തമായിട്ട് ആ തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ലേബൽ എന്ന് പറഞ്ഞാൽ, അതായത് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചുറ്റും, അതായത് നിരാലംബരായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിൽക്കുന്ന ആരെയും സപ്പോർട്ട് ചെയ്യുന്ന, അതായത് എന്ത് സപ്പോർട്ടും എന്നല്ല, നിയമോപദേശം അല്ലെങ്കിൽ നിയമസഹായം കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഈ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. മാത്രമല്ല സമൂഹത്തിന് ദുരന്തമാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനങ്ങൾക്കെതിരെയും ഇവർ ഉറക്കെ സംസാരിച്ചിട്ടുണ്ട് ദിയാസന.
എനിക്ക് നേരിട്ട് ഒരിക്കലും ഇവരെ അറിയില്ല. നമ്മളൊക്കെ ബിഗ് ബോസിൽ കണ്ടതാണ്. ഒത്തിരി ലൗഡായിട്ടൊരു പേഴ്സൺ ആണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർ ലൗഡായിട്ട് സംസാരിക്കും. അവരുടെ വായിൽ എന്താണോ ആ സാഹചര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എന്ത് സംസാരമാണോ അവരത് ഉറക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയാണ്. അതിനപ്പുറത്തേക്ക് ഈ മദ്യത്തിനെതിരെയും ഈ മയക്കുമതിനെതിരെയും MDMAക്കെതിരെയൊക്കെ ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കൊരു മകനുണ്ട്, ടീനേജൊക്കെ കഴിഞ്ഞൊരു മകനുണ്ട്. അപ്പൊ ഈ ഒരു സ്ത്രീ ദിയാസന MDMA യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം അവർ സൊസൈറ്റിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ലേബലുണ്ട്, താൻ ഒരു സോഷ്യൽ വർക്കറാണ്, താൻ ഒരു ആക്ടിവിസ്റ്റ് ആണ് എന്നുള്ളത്. അതിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ ആയിരിക്കും അവർ നിൽക്കുന്നത്. അങ്ങനെ തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ കോൾസിൽ അല്ലെങ്കിൽ ഈ സ്വകാര്യ ജീവിതത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ നിൽക്കുന്ന സജന ചാനൽസിന്റെ മുന്നിൽ വരുമ്പോൾ പക്വതയായിട്ട് ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. അപ്പം അവിടെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി വരുന്നത് കൊണ്ട് എന്തോ ഒരു ഡിസോർഡർ അവർക്കുണ്ട്. അപ്പോൾ അത്രയും ഈ ഭ്രാന്ത് പുലമ്പുന്ന ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത സജനയ്ക്ക് തന്നെയുണ്ട്. ഇത് തെളിയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ആവശ്യമായിട്ട് മാറുന്നത് സജനയുടെ ഭാഗം തെളിയിക്കുക എന്നുള്ളതാണ്. സജന ഈ മറുനാടൻ ഇന്റർവ്യൂ കൊടുത്തല്ലോ, അതിനകത്ത് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് റസൂൽ പൂക്കുട്ടിയായിട്ട് എന്തോ ബന്ധം എന്ന്. അയ്യോ, അതിപ്പോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതിപ്പോ ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവിഹിത ബന്ധമാണെന്ന്, മറ്റേ ബന്ധമാണ് ഞങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഇയാളെടുത്ത് കുത്തി ചോദിക്കേണ്ട കാര്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ഞാൻ അവിഹിത ബന്ധമാണ് തുടരുന്നതെന്ന്? പറയത്തില്ല. അപ്പോൾ സജന എന്തോ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് സജന എന്തൊക്കെയോ പുലമ്പുവാണ്, റസൂൽ പൂക്കുട്ടി എനിക്ക് വാപ്പയെ പോലെയും സഹോദരനെ പോലെയാണെന്ന്. സത്യം പറയാലോ, ഈ മറുനാടൻ ഈ മാധ്യമ പ്രവർത്തകർ എന്നുള്ള ലേബലിൽ വാർത്ത ന്യൂസ് റീഡേഴ്സിനെ കൊണ്ടിരുത്തിക്കുന്നത് 10ാം ക്ലാസ്സും കുസ്തിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതൊരു കുറവായിട്ടൊന്നും ഞാൻ പറയല്ല, ഒരു അല്പബുദ്ധി പോലും ഇല്ലാത്ത ആളുകളാണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. അപ്പോൾ അതിനേക്കാൾ അപ്പുറം ഭ്രാന്ത് പുലമ്പുന്ന ഈ സ്ത്രീയുടെ ഈ ഒരു ആരോപണത്തെ ആരോപണമായിട്ട് മാത്രം കാണേണ്ട ആവശ്യമുള്ളൂ. സ്വന്തം ജീവിതം, അതായത് ഇവൾ കൊടുക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒക്കെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കരുത്, കുഞ്ഞുങ്ങളെ വിഷമിപ്പിച്ചാൽ ഞാൻ സഹിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടല്ലേ ഇവൾ മുംബൈയിലും ഇവൾ ദുബായിലും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്ന്, അതായത് റസൂൽ പൂക്കുട്ടിയുടെ ആ ഒരു കോൾ റെക്കോർഡിൽ പറയാണ് മുംബൈയിലെ സ്ട്രീറ്റിൽ ഇവളങ്ങി ഇരിക്കുക, അവൾക്ക് ആൻസൈറ്റി ഇഷ്യൂ വന്ന്, അതായത് അവൾ ഫെയിൻ്റ് തല കറങ്ങി താഴെ വീഴുന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നിട്ട് ഏതോ ഡോക്ടർ റോഡിന്റെ നടുക്ക് വന്നാണ് ഇവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഇതൊക്കെ ഈ അഭിനയം ഇവളുടെ ഈ പ്രവൃത്തികളൊക്കെ നടക്കുമ്പോൾ ഇവക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തയില്ലേ? ദുബായിൽ കിടന്ന് ഗ്ലൂട്ടാത്തയോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുക. ആ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്ന പൈസ കൊണ്ട് ഒരു 10 ബോട്ടിൽ ബോൺവിറ്റ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവൾ പറയുന്നുണ്ടല്ലോ ദിയാസനയൊക്കെ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവളുടെ വീട്ടിൽ ചെന്ന്, അതായത് ചൈൽഡ് ലൈനുമായിട്ട് ഇവളുടെ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരു അമ്മ എന്ന നിലയിൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇവൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നു, ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയും ദിവസമായിട്ട് സംസാരിച്ചിട്ടില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും പലപ്പോഴും സംസാരിക്കണമെന്ന് തോന്നി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ അതിനകത്ത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പം കൂടി പോയാലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അതിനപ്പുറത്തേക്കും അവളിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എന്ന് ഞാൻ കീൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. ചുണ്ണാമ്പിന് മരുന്നിന് പോലും സജന നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ല. കാരണം നീ ഫേക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്ന് സോഷ്യൽ മീഡിയ കാണുന്ന, അതായത് നമുക്ക് സ്ക്രീൻ ടു സ്ക്രീൻ ഇവളെ കാണുമ്പോൾ ഇവളുടെ ആ ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ സജന നൂറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മരുന്നിന് പോലും ഒരു തുമ്പും ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇതിലെ റസൂൽ പൂക്കുട്ടി ഈ ആദ്യ ഭാര്യ അസുഖബാധിതയാണ്, അവരെ പൊന്നുപോലെ നോക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2ാം ഭാര്യയുടെ ഈ മാനസിക പ്രശ്നങ്ങൾ പെട്ടെന്ന് ഏതെങ്കിലും വൈദ്യ പരിശോധനയിലൂടെ കണ്ടെത്തി വിദഗ്ധമായ ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടതാണ്. മനസ്സിലായല്ലോ?